ഇന്ന് നമുക്ക് പുതിയൊരു സിനിമയുടെ കഥ നോക്കിയാലോ? കൂട്ടുകാരൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നായകനെ ഏൽപ്പിച്ചിട്ട് മരിച്ചു പോകുന്നു. പിന്നീട് അവളെ കല്യാണം കഴിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നായകനാണെങ്കിൽ മകൾ അച്ഛ എന്ന് വിളിച്ചാൽ മാത്രമേ ഒരുമിച്ച് ജീവിതം തുടങ്ങൂ എന്ന് ഭാര്യയും പറയുന്നു. കുഞ്ഞിനെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന നായകന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു പ്രശ്നം കടന്നു വരുന്നു. എന്നാൽ എന്താണ് ആ പ്രശ്നമെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് പോയാലോ? സിനിമ തുടങ്ങുമ്പോൾ നായകനായ മദനനെയും കൂട്ടുകാരനായ മോഹനനെയും കാണിക്കുന്നു. മദനൻ കളർ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്നതാണ് ജോലി. മോഹനനാണെങ്കിലോ മരം മുറിക്കലാണ് ജോലി. മോഹനന് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഒരിക്കൽ മദനൻ തന്റെ അമ്മായിക്ക് വയറിന് സുഖമില്ലാത്തതിനാൽ കദളിപ്പഴം കഴിച്ചാൽ വയറ്റിന്ന് പോണത് എളുപ്പമാകുമെന്ന് അമ്മായി പറഞ്ഞതനുസരിച്ച് മോഹനന്റെ വീട്ടിൽ കദളിപ്പഴം ഉള്ളതിനാൽ അവിടേക്ക് എത്തുന്നു. എന്നാൽ വാഴക്കുല വെട്ടാനായിട്ട് കയറുന്ന മോഹനനാണെങ്കിൽ വാഴ ഒടിഞ്ഞ് തറയിൽ വീണ് ബോധം പോവുകയാണ്. ബോധം വരുന്ന മോഹനൻ, ഞാൻ ചത്തുപോയാൽ എന്റെ ആലീസിനെയും കുഞ്ഞിനെയും നീ നോക്കണേടാ എന്ന് മദനനോട് പറഞ്ഞിട്ട് മരിച്ചും പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മദനനാണ് മോഹനന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വാടക വീടായതിനാൽ ആലീസും കുഞ്ഞും വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരണമെന്ന് പറയുന്നതനുസരിച്ച് മദനൻ അവരെ തന്റെ വീട്ടിലേക്കും കൊണ്ടുപോകുന്നു. എന്നാൽ അമ്മായിയമ്മ അവരെ വീട്ടിൽ കയറ്റാൻ തയ്യാറാകാത്തപ്പോൾ മദനൻ പറയും, നിങ്ങൾ ഒറ്റൊരാൾ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് ആലീസിനെയും കുഞ്ഞിനെയും അകത്തേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആലീസാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തന്നെ. മദനന് ആലീസിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നു. ഒരിക്കൽ അമ്മായി നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അക്കാര്യം കേൾക്കുന്ന ആലീസ്, എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം, അപ്പോൾ നാട്ടുകാരുടെ സൂക്കേടങ്ങ് തീരുമല്ലോ എന്ന് മദനനോട് പറയുന്നു. അങ്ങനെ മദനനും ആലീസും രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. അന്ന് രാത്രി മദനൻ ആലീസിനടുത്തെത്തുമ്പോൾ ആലീസ് ഒരു ഭാര്യയുടെ കടമ ചെയ്യണമെങ്കിൽ മകൾ മദനനെ അച്ഛ എന്ന് വിളിക്കണമെന്ന് പറയുന്നു. പിറ്റേ ദിവസം മുതൽ മദനൻ അതിനുള്ള ശ്രമമാണ്. എത്ര ശ്രമിച്ചിട്ടും കുട്ടി മാമ എന്നല്ലാതെ അച്ഛ എന്ന് വിളിക്കുന്നതേയില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു. മദനന് ആകെ വിഷമം. ഒരിക്കൽ കോഴിക്കുഞ്ഞുങ്ങളുമായി കച്ചവടത്തിന് പോകാനിറങ്ങുന്ന മദനനാണെങ്കിൽ വഴിയിൽ തെന്നി വീഴുകയാണ്. ഇത് കാണുന്ന ആലീസിന്റെ മകൾ, അമ്മേ ദേ അച്ഛൻ വീണു എന്ന് ഉറക്കെ പറയുന്നു. അത് കേൾക്കുന്ന മദനന് വളരെ സന്തോഷമാകുന്നു. മദനനെ കാണുന്ന ആലീസും പൊട്ടിച്ചിരിക്കുകയാണ്. അന്ന് രാത്രി മദനൻ കുറച്ച് മുല്ലപ്പൂവും ഒരു കവർ ബൂസ്റ്റുമായി വീട്ടിലേക്ക് എത്തുകയാണ്. കുളിച്ചിട്ട് വരുന്ന മദനനാണെങ്കിൽ ബൂസ്റ്റ് എവിടെ എന്ന് ആലീസിനോട് തിരക്കുമ്പോൾ ആലീസ് പറയും, നിങ്ങളുടെ ഒരു ബന്ധു വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കൊടുത്തു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മദനനാണെങ്കിൽ പുറത്തു പോയി നോക്കുമ്പോൾ മദനന്റെ ഒരു അകന്ന ബന്ധുവായ ചിന്തൻ ഇളയപ്പനായിരുന്നു വന്നത്. അങ്ങനെ ചിന്തൻ മദനനെയും കൂട്ടി ഒരു പാർട്ടി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. എന്തിനാണെന്ന് പോലും മദനൻ അറിയില്ല. ഈ രാത്രി കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ പറ്റില്ലെന്ന് ഇളയപ്പനും പറയുന്നു. മദനൻ ആലീസിനോട് ഉറങ്ങല്ലേ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ചിന്തനോടൊപ്പം പാർട്ടി ഓഫീസിലേക്കും പോകും. എന്തിനാണെന്നാൽ പാർട്ടിക്കാരും ചിന്തനും ചേർന്ന് മദനനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിപാടിയാണ്. നോമിനേഷനും കൊടുക്കും. യഥാർത്ഥ സ്ഥാനാർത്ഥി മറ്റൊരാളാണ്. മദനൻ ഡമ്മി സ്ഥാനാർത്ഥിയാണ്. എതിർ പാർട്ടിക്കാർ മുൻപ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ പാർട്ടിക്കാർ ഡമ്മിയായി മദനനെ നിർത്തുന്നു. അതിനുള്ള കമ്മീഷനായി കുറച്ച് കാശ് ചിന്തൻ എണ്ണി വാങ്ങിയിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങുന്ന മദനനോട് ഇന്ന് രാത്രി ഇവിടെ കഴിയാനായും പാർട്ടിക്കാർ പറയുന്നു. മാത്രവുമല്ല ചിന്തനും ആ പാർട്ടി ഓഫീസിലുണ്ടായിരുന്ന ഒരാളും തമ്മിൽ കമ്മീഷന്റെ പേരിൽ ചെറിയൊരു തർക്കമുണ്ടാവുകയും ചിന്തനെയും മദനനെയും വിരട്ടി അവിടെ അടച്ചിടുകയും ചെയ്യുന്നു. മദനനാണെങ്കിൽ ആകെ സങ്കടം. അങ്ങനെ പിറ്റേ ദിവസം മദനന്റെ നോമിനേഷൻ സമർപ്പിക്കുകയാണ്. അതിനുശേഷം മദനനെ ഒരു ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ചിന്തനാണെങ്കിൽ അവരിൽ നിന്നും കമ്മീഷനും വാങ്ങി മദനനുള്ള കാശ് ഉടനെ എത്തിക്കാമെന്ന് പറഞ്ഞ് വഴിയിലും ഇറങ്ങുന്നു. മദനനെയും കൊണ്ടുപോകുന്ന ജീപ്പാണെങ്കിൽ പകുതി വഴിയിൽ നിർത്തി എല്ലാവരും മൂത്രമൊഴിക്കാനായി ഇറങ്ങുമ്പോൾ മദനനും ഇറങ്ങുകയാണ്. എന്നാൽ അവർ മദനനെ കയറ്റാതെ ജീപ്പും എടുത്തു പോകുന്നു. അതേസമയം റോഡിൽ വായും പൊളിച്ചു നിൽക്കുന്ന മദനനടുത്തേക്ക് ഒരു ബുള്ളറ്റിൽ അച്യുതൻ നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി എന്നു പേരുള്ള 2 പേർ വരികയാണ്. തന്നെ കൊണ്ടുപോകാനുള്ള വരവാണെന്ന് മനസ്സിലാക്കി മദനനാണെങ്കിൽ അവിടെ നിന്നും ഓടുകയാണ്. അവരും പിറകെ പോകുന്നു. ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു ഫ്ലെക്സിന് മുന്നിൽ മദനൻ തെന്നി വീഴുന്നു. അത് എതിർ പാർട്ടി സ്ഥാനാർത്ഥിയായ മദനൻ മഞ്ചക്കാരന്റെ ഫ്ലെക്സിന് മുന്നിലായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, നമ്മുടെ മദനനെ അപര സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 നമ്പൂതിരിമാരും മദനനെയും കൊണ്ട് ബുള്ളറ്റിൽ പോകവെ മദനൻ ബഹളം വെക്കുമ്പോൾ വണ്ടി നിർത്തി തോക്ക് ചൂണ്ടിയിട്ട് അവനെ വിരട്ടിയിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട്, ഇത് നീയല്ലേടാ, നമുക്ക് കിട്ടിയ കൊട്ടേഷനാണ്, മിണ്ടാതിരുന്നാൽ കുറച്ചു നാൾ കൂടി നിനക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് മദനനെയും കൊണ്ടുപോകുന്നു. മറ്റൊരു വശത്ത് മദനന്റെ വീട്ടിലെത്തുന്ന ചിന്തനാണെങ്കിൽ തുച്ഛമായ തുക അമ്മായിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മദനൻ ദുബായിൽ പോയി രാഷ്ട്രീയക്കാർ വഴിയാണ് അവിടെ എത്തിയത് എന്നൊക്കെ പറയുകയാണ്. ദുബായിൽ കളർ കോഴി കുഞ്ഞുങ്ങളുടെ ബിസിനസ് കിട്ടി, എല്ലാം പെട്ടെന്നായിരുന്നു എന്നും ചിന്തൻ കള്ളം പറയുന്നു.
അതേസമയം തന്നെ മഞ്ഞക്കാരന്റെ ആളുകൾ മദനനെ തപ്പി അവന്റെ നാട്ടിലെത്തുമ്പോൾ ആലീസിന്റെ ബന്ധുവായ ജോജു മദനന്റെ വീട് കാണിച്ചു കൊടുക്കുന്നു. ഈ ജോജുവിന് ആലീസിനെ ചെറിയ നോട്ടമുണ്ടേ. അവരങ്ങനെ മദനന്റെ വീട്ടിലെത്തുമ്പോൾ മദനൻ ദുബായിൽ പോയെന്ന് അമ്മായിയും ആലീസും പറയും. പാർട്ടിക്കാർ അവനെ മാറ്റിയതാണെന്ന് മനസ്സിലാക്കിയ മഞ്ഞക്കാരന്റെ ആളുകൾ മദനനെ തപ്പിയിറങ്ങുന്നു. മറ്റൊരു വശത്ത് ആ രണ്ട് നമ്പൂതിരിമാരും അവരുടെ തലവനടുത്ത് മദനനെ എത്തിക്കുകയും ഒരു ലോഡ്ജിൽ മദനനെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുള്ള ലോഡ്ജ് മനസ്സിലാക്കിയ മഞ്ഞക്കാരന്റെ ആളുകൾ ലോഡ്ജിലെത്തുകയും അതേസമയം തന്നെ അവരുടെ റൂമിലേക്ക് ലോഡ്ജിലെ ഒരു ജോലിക്കാരനെത്തി റൂമിലെ ഫോൺ കേടാണ്, നിങ്ങൾക്ക് താഴെ ഒരു പോരാളിയുടെ കോൾ വന്നു എന്നൊരാൾ പറയുമ്പോൾ ശങ്കരൻ താഴേക്ക് പോകുന്നു. അച്യുതനാണെങ്കിലോ ബാത്റൂമിലുമായിരുന്നു. ആ ഫോൺ ശരിയാക്കാൻ എത്തിയ പയ്യനോടൊപ്പം മദനൻ സഹായം ചോദിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നാൽ എതിർ പാർട്ടിക്കാരാണെങ്കിൽ ലോഡ്ജിലെത്തി ശങ്കരനും അച്യുതനുമായി പ്രശ്നമുണ്ടാവുകയും അവന്മാർ ബുള്ളറ്റും എടുത്ത് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. മറ്റൊരു വശത്താണെങ്കിൽ ഫോൺ ശരിയാക്കാൻ വന്ന പയ്യനോടൊപ്പം പോയ മദനനാണെങ്കിൽ ഒരു സ്ഥലം എത്തുമ്പോൾ ഇറങ്ങി ഓടുന്നു. മറ്റൊരു ബൈക്കിന് കൈ കാണിക്കുകയും ചെയ്യുന്നു. അത് നമ്പൂതിരിമാരുടെ ആളായിരുന്നു. അതൊന്നും അറിയാതെ മദനൻ ആ ബൈക്കിൽ കയറി പോകുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മദനൻ നമ്പൂതിരിമാരുടെ കയ്യിൽ വന്നെത്തുന്നു. എന്നാൽ എതിർ പാർട്ടിക്കാരാണെങ്കിൽ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയം വരെ മദനനെ തപ്പണമെന്നും പറയുന്നു. മദനനെ നമ്പൂതിരിമാർ മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. അങ്ങനെ ആലീസ് അക്കാര്യമെല്ലാം മനസ്സിലാക്കി പാർട്ടി ഓഫീസിലേക്ക് എത്തുകയാണ്. ആലീസിനെ സമാധാനിപ്പിക്കാനായിട്ട് ആ പാർട്ടിക്കാരൻ നമ്പൂതിരിമാരെ വിളിച്ചിട്ട് മദനന്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്, അവന് ഫോൺ കൊടുക്കുവാനായും പറയുന്നു. അങ്ങനെ ആലീസിനോട് സംസാരിക്കുന്ന മദനനെ വിരട്ടി താൻ സേഫാണ്, ഒരു ജോലിക്ക് വന്നതാണ് എന്നൊക്കെ നമ്പൂതിരിമാർ പറയിക്കും. കോള് കട്ടായി കഴിയുമ്പോൾ മദനന്റെ വിഷമം കാണുന്ന നമ്പൂതിരിമാർ ഒരു 3 ദിവസം കൂടി നീ ഒന്ന് ക്ഷമിക്കുക, അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നവർ പറയുന്നു. അങ്ങനെ നമ്പൂതിരിമാരോടൊപ്പം ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുത്തിട്ട് പറഞ്ഞതുപോലെ 3-ാം ദിവസം എത്തുകയാണ്. അങ്ങനെ പോകാനിറങ്ങുന്ന മദനനോട് ശങ്കരൻ പറയും, ഇല്ലത്ത് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെയോ അച്ചുവിന്റെയോ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നീ ഈ തോക്കെടുത്ത് എന്റെ നെറ്റിയിലൊന്ന് വെക്ക്, എന്നാലേ എനിക്ക് സമാധാനമാകൂ എന്ന് ശങ്കരൻ പറയുന്നതനുസരിച്ച് മദനനാണെങ്കിൽ തോക്ക് ചൂണ്ടുന്നു. അതേസമയം തന്നെ അച്യുതനെ മറ്റു പാർട്ടിക്കാരൻ വിളിച്ചിട്ട് മഞ്ഞക്കാരന്റെ ആളുകളുടെ കയ്യിൽ മദനനെ കിട്ടിയാൽ അവരവനെ കൊല്ലും, റിസൾട്ട് വരുന്നത് വരെ അവനെ നിങ്ങൾ നോക്കണമെന്നും പറയുന്നതനുസരിച്ച് അച്യുതനും പാർട്ടിക്കാരനും തമ്മിൽ ചെറിയൊരു ഉടക്കാവുന്നു. അതിനിടയിൽ അച്യുതൻ കൂടുതൽ കുഴപ്പം കാണിച്ചാൽ മദനനെ കൊന്ന് പാർട്ടി ഓഫീസിൽ കൊണ്ടിടുമെന്നും പറയുന്നത് കേട്ട് പേടിച്ച മദനനാണെങ്കിൽ അവിടെ നിന്നും ഓടിപ്പോകുന്നു. എന്നാൽ പാവം മദനന് ഓട്ടം മാത്രമേ നടക്കൂ, രക്ഷപ്പെടാനൊന്നും പറ്റില്ല. വീണ്ടും അവരുടെ ആളുകൾ മദനനെ പിടിച്ച് അടച്ചിടുകയാണ്. അങ്ങനെ 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ മദനൻ മഞ്ഞക്കാരൻ തോറ്റു പോവുകയാണ്. അങ്ങനെ നമ്പൂതിരിമാർ മദനനെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അവർ കുഞ്ഞിന് കൊടുക്കാനായി കുറച്ച് സാധനങ്ങളും ഏൽപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തുന്ന മദനനാണെങ്കിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മായി കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ ചിണ്ടനെ നിങ്ങളല്ലേ കൊണ്ടുവന്നത്, അയാളോട് ചോദിച്ചുകൂടായിരുന്നോ എന്ന് പറയുമ്പോൾ അമ്മായി പറയും, ഞാൻ അറിഞ്ഞോടാ ഇത്രയും വലിയ കെണിയാണ് അവനുണ്ടാക്കുന്നതെന്ന്. അങ്ങനെ തന്റെ കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം വീട്ടാവശ്യത്തിന് പണമില്ലാതെ വന്നപ്പോൾ അമ്മായി അതിനെയൊക്കെ വിറ്റു എന്ന് ആലീസും പറയുന്നു. വീണ്ടും കോഴിയെ വാങ്ങാനായി പണമില്ലാതെ വിഷമിക്കുന്ന മദനനോട് ആലീസ് പറയും, പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ 1500 വോട്ട് പിടിച്ചില്ലേ, പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങൾ കാശ് ചോദിക്ക്, അല്ലെങ്കിൽ നിങ്ങളെ വിറ്റ് ചിണ്ടൻ ഇളയപ്പൻ എത്ര കാശുണ്ടാക്കിയെന്നോ അവിടെ പോയി ചോദിക്ക് എന്ന് ആലീസ് പറയുന്നു. അതനുസരിച്ച് മദനൻ പിറ്റേ ദിവസം നമ്പൂതിരിമാരുടെ വീട്ടിലെത്തി ചിണ്ടനെ കണ്ടുപിടിക്കാനായിട്ടുള്ള സഹായവും ചോദിക്കുന്നു. അതിന് കാശ് ചിലവാകുമെന്ന് പറയുമ്പോൾ എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, ചിണ്ടന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശിൽ കുറച്ചു പണം ഞാൻ നിങ്ങൾക്ക് തരാമെന്നും മദനൻ പറയുന്നു. അങ്ങനെ അവർ ഒടുവിൽ ചിണ്ടനെ കണ്ടെത്തി വിരട്ടുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടി. അതിൽ 7500 മദനന്റെ വീട്ടിൽ കൊടുത്തു. ബാക്കി തുക എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ ചിലവാക്കിയെന്നും ചിണ്ടൻ പറയുന്നു. എന്നിട്ട് ചിണ്ടൻ ഇലക്ഷന് ജയിച്ച സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കാശ് വാങ്ങാമെന്ന് പറഞ്ഞ് മദനനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. രാഷ്ട്രീയക്കാരോടൊപ്പമുള്ള ഇടപാടായതുകൊണ്ട് നമ്പൂതിരിമാർ ഇടയ്ക്കൊന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നു. അങ്ങനെ മദനനും ചിണ്ടനും ആ നേതാവിനെ പോയി കാണുകയാണ്. പക്ഷെ ചിണ്ടനാണെങ്കിൽ പെട്ടെന്ന് മുങ്ങിക്കളയും. ആ നേതാവ് കൊടുക്കാനുള്ളതെല്ലാം ചിണ്ടന് കൊടുത്തു. കഴിഞ്ഞ കാര്യവും പറഞ്ഞ് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങുന്നത് മോശമല്ലേ എന്നൊക്കെ മദനനോട് പറയുന്നു. അങ്ങനെ ആകെ നാണക്കേടും വിഷമമൊക്കെ ആകുന്ന മദനൻ പിന്നീട് സ്വന്തമായി ജോലി കണ്ടെത്തുകയാണ്. ആലീസും ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മദനന്റെ അമ്മായി മരണപ്പെട്ടു പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കടന്നു പോകുന്നു. മദനൻ വീണ്ടും പഴയ പോലെ കളർ കോഴി കുഞ്ഞുങ്ങളുടെ വിൽപ്പനയൊക്കെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കുഞ്ഞു വീണ്ടും അച്ഛ എന്ന് വിളിച്ച ദിവസമായിരുന്നു അത്. ആലീസിനോട് റൊമാൻസിന് പോവുകയായിരുന്നു മദനൻ. അപ്പോൾ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നത് കേൾക്കുന്നു. അത് നമ്പൂതിരിമാരായിരുന്നു. ഒരു കൊട്ടേഷൻ ഉണ്ട്, കേശവൻ എന്ന ഒരു നേതാവ് മരിച്ചു. ആ സ്ഥാനത്തേക്ക് മഞ്ഞക്കാരൻ മത്സരിക്കാൻ പോവുകയാണ്. നീ കുറച്ചു ദിവസം മാറി നിൽക്കണം.
ഇത്തവണ നമ്മൾ മഞ്ഞക്കാരന്റെ കൊട്ടേഷനുമായാണ് വന്നതെന്ന് പറയുമ്പോൾ മദനൻ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവന്മാരെ ഉപദ്രവിക്കും. അപ്പോൾ അവിടെ എത്തുന്ന ആലീസ് പറയും, ഒരാൾ പാവമാണെന്ന് പറഞ്ഞ് അയാളെ ഇത്രയും അങ്ങ് ദ്രോഹിക്കരുത്. ഇത് കാരണമുണ്ടായിരുന്ന വീടും പോയി, ജോലിയും പോയി, എല്ലാം പോയി എന്ന് ആലീസ് പറയുന്നത് കേൾക്കുന്ന മദനനാണെങ്കിൽ എങ്ങനെയും കാശുണ്ടാക്കാനായും തീരുമാനിച്ച് നമ്പൂതിരിമാരോടൊപ്പം പോകുന്നു. എന്നാൽ മറ്റേ പാർട്ടിക്കാരാണെങ്കിൽ മഞ്ഞക്കാരന് അപര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മദനനെ പൊക്കാനായി ഓപ്പറേഷൻ മദനോത്സവം എന്ന് പേരിട്ടിറങ്ങുകയാണ്. ഇതിനിടയിൽ ചിണ്ടനാണെങ്കിൽ ഇടപെടാൻ നോക്കുമെങ്കിലും ചിണ്ടനെ അവർ ഒതുക്കുകയാണ്. എന്നിട്ട് ഒരു വണ്ടിയിൽ വന്ന പാർട്ടിക്കാരാണെങ്കിൽ നമ്പൂതിരിമാരെ അടിച്ചിട്ടിട്ട് മദനനെയും കൊണ്ടുപോകുന്നു. പാർട്ടി ഓഫീസിലെത്തുന്ന മദനൻ നോമിനേഷൻ ഞാൻ കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് തരണമെന്നും അവരോട് പറയുന്നു. അങ്ങനെ ഡീലൊക്കെ ഉറപ്പിച്ച മദനനാണെങ്കിൽ കാശുമായി പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. എന്നാൽ പാർട്ടി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞിട്ട് നമ്പൂതിരിമാർ മദനനെയും കൊണ്ടുപോകുന്നു. എന്നാൽ മദനനാണെങ്കിൽ നമ്പൂതിരിമാരോട് അവരിൽ നിന്നും 10 ലക്ഷം വാങ്ങി ഇനി മഞ്ഞക്കാരനെ കണ്ട് അയാളുമായി ഇടപാട് നടത്താം, വണ്ടിയെടുക്കാൻ പറഞ്ഞ് കാശ് മാറ്റി വെച്ചിട്ട് മഞ്ഞക്കാരന്റെ വീട്ടിലേക്കും പോവുകയാണ്. മഞ്ഞക്കാരനാണെങ്കിൽ മദനനെ ഉപദ്രവിക്കും. നമ്പൂതിരിമാരാണെങ്കിൽ തടയാൻ നോക്കുമെങ്കിലും നടക്കുന്നില്ല. മഞ്ഞക്കാരൻ മദനനെ കൊല്ലാനായി നോക്കുമ്പോൾ മദനൻ പറയും, ഞാൻ ചത്താൽ കൊന്നത് മഞ്ഞക്കാരനാണെന്ന് പുറത്തു വരും, പിന്നെ വോട്ടുമില്ല, പാർട്ടിയുമില്ല എന്ന് മഞ്ഞക്കാരനോട് പറയും. എന്നിട്ട് പറയും, ഡമ്മിയായി നിന്നാൽ മറ്റേ പാർട്ടിക്കാരൻ എനിക്ക് കാശ് തരും, സാറിന്റെ പവർ വെച്ച് മിനിമം ഒരു 25 തരണമെന്ന് പറയുമ്പോൾ മഞ്ഞക്കാരനാണെങ്കിൽ മദനനെ ദേഷ്യം വന്ന് തല്ലുകയാണ്. അപ്പോൾ അയാളുടെ കൂട്ടാളി പറയും, ഇയാളുടെ ഭാര്യ ഇയാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്, വല്ലതും സംഭവിച്ചാൽ നമ്മുടെ പദ്ധതി മുഴുവൻ പാളും എന്ന് പറയുന്നു. എന്നിട്ട് അയാൾ മദനനോടും നമ്പൂതിരിമാരോടും പറയും, കാശ് ഇലക്ഷൻ കഴിഞ്ഞ് തരാം, അതുവരെ നമ്പൂതിരിമാർ മദനനെ നോക്കണമെന്നും പറയുന്നു. എന്നാൽ മദനനാണെങ്കിലോ തന്റെ ഭാര്യയും കുഞ്ഞും കൂടെ വേണമെന്നും പറയുന്നു. അങ്ങനെ ആലീസിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകാനെത്തുന്ന മദനൻ കാണുന്നത് മറ്റേ പാർട്ടിക്കാർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ആലീസിനോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് മദനൻ കുഞ്ഞിനെയും എടുത്ത് ഒരു റൂമിൽ കയറി കതകടയ്ക്കുന്നു. എന്നാൽ നമ്പൂതിരിമാരാണെങ്കിലോ പാർട്ടിക്കാരെ കാണുകയും അവരുമായി അടിയാവുകയും ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് റൂം ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ നമ്പൂതിരിമാർ അവിടെ മദനനെയും കുടുംബത്തിനെയും കാണുന്നില്ല. അത് പണി നടക്കുന്ന ഒരു റൂമായിരുന്നു. അതിന്റെ ബാക്ക് വശം വഴി മദനൻ ആലീസിനെയും കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവരെ ഒരിടത്ത് സേഫാക്കി നിർത്തിയിട്ട് വീട്ടിൽ വെച്ചിരുന്ന കാശെടുക്കാനായി വരുന്ന മദനൻ കാണുന്നത് വീടിന് നേരെ അവർ ബോംബെറിഞ്ഞതും അവിടെ 2 പാർട്ടിക്കാരുടെ ആളുകളും തമ്മിൽ തല്ലുകൂടുന്നതുമാണ് കാണുന്നത്. എന്നാൽ ആ തല്ലിനിടയിലൂടെ ആരും കാണാതെ ഒളിച്ച് വീട്ടിൽ കയറി കാശുമെടുത്ത് ആരും അറിയാതെ തന്നെ ഓടിപ്പോവുകയാണ് മദനൻ. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം കർണാടകയിലെ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ നമ്പൂതിരിമാരും അവരുടെ കുടുംബവും മദനനും കുടുംബവും ഒക്കെ ചേർന്ന് കോഴി ബിസിനസ്സൊക്കെ നടത്തി അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുകയാണ്. ആലീസ് ഗർഭിണിയുമാണ്. എന്നാൽ അവരുടെ വീട്ടിലേക്ക് ഇലക്ഷന്റെ ഭാഗമായി സ്ഥാനാർത്ഥി എത്തുകയാണ്. അത് മറ്റാരുമല്ല, മദനൻ മഞ്ഞക്കാരനായിരുന്നു. മഞ്ഞക്കാരനെ കണ്ട് നമ്പൂതിരിമാരും മദനനും ഞെട്ടുകയാണ്. അതോടെ സിനിമയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. ബൈ.